ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ശിംശോനെക്കുറിച്ചുള്ള പഠനത്തിൽ ഇന്നലെ നമുക്ക് ആമുഖമായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായല്ലോ. കഥാപാത്ര പഠനത്തിൽ അവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലെ സാമൂഹ്യ വ്യവസ്ഥ, ജനങ്ങളുടെ മനോഭാവം, ദൈവഭക്തി, ഭരണവ്യവസ്ഥ, ജനങ്ങൾ പ്രവാസത്തിലോ അടിമത്തത്തിലോ ആണോ തുടങ്ങിയ ഘടകങ്ങൾ, മിസ്രൈമിലെ അടിമത്തം, മരുഭൂമിയിലെ പ്രയാണം, കനാൻ ദേശം കൈവശമാക്കൽ, ദേശത്തിൻ്റെ വിഭജനം, ഇവ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ വിവിധ നാഴികക്കല്ലുകളായിരുന്നു. ഓരോ കാലഘട്ടത്തിലും അനുയോജ്യരായ നേതാക്കന്മാരെ അതാത് സമയങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവിക പദ്ധതി നടപ്പാക്കുന്നതിന് മോശയെയും പിന്നീട് യോശുവയെയും ദൈവം ആ ദൗത്യം ഭരമേൽപ്പിച്ചു. അതുപോലെ ശിംശോൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ആ കാലഘട്ടത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ന്യായാധിപന്മാർ 13-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള അസന്തുഷ്ടിയോടുകൂടിയാണ്. തങ്ങളുടെ പ്രവൃത്തികൾ മൂലം ഇസ്രായേൽ മക്കൾ ദൈവത്തെ മുഷിപ്പിച്ചു. അവരുടെ അനുസരണക്കേടും മത്സരവും നിമിത്തം ദൈവം അവരെ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവർ അടിക്കടി അടിമത്തത്തിലേക്കും പ്രവാസത്തിലേക്കും പോകുന്നതായി കാണാം. ഇപ്രകാരം കൂടെ അവർ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങുന്നു. പലപ്പോഴും അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു, ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം കരുണ തോന്നി അവരെ വിടുവിക്കുന്നു. സങ്കീർത്തനം 107-ന്റെ 6, 13, 19, 28 വാക്യങ്ങൾ. ശിംശോന്റെ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു മനോഭാവം ജനങ്ങളിൽ കാണുന്നു. അടിമത്തം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവർ സ്വീകരിക്കുന്നു. അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്നതിനു വേണ്ടി അവർ ദൈവത്തോട് നിലവിളിക്കുന്നില്ല. അടിമത്തത്തിലാണെന്ന ബോധ്യം പോലും ഇല്ലാതെ അതുമായി ഒത്തിണങ്ങി ജീവിക്കുന്നു. സ്വാതന്ത്ര്യം വേണമെന്ന് അവർ ചിന്തിക്കുന്നില്ല. ചില മൃഗങ്ങളെ മനുഷ്യർ ചങ്ങലക്കിട്ട ശേഷം ചങ്ങല നീക്കിയാലും അവ അനങ്ങുകയോ കാട്ടിലേക്ക് മടങ്ങിപ്പോവുകയോ ചെയ്യാത്തതുപോലെയായിരുന്നു അന്നത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ചില ബന്ധനങ്ങളിൽ നാം അകപ്പെടാറില്ലേ? എന്നാൽ ഈ കാര്യം മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതചര്യയിൽ സംതൃപ്തരായി നാം ജീവിക്കാറുണ്ട്. ദൈവമക്കൾ ബന്ധനസ്ഥരല്ല. നമ്മുടെ മേലുള്ള സാത്താൻ്റെ ചങ്ങല കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തകർത്തതാണ്. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. നമുക്കൊരു പ്രത്യേക വ്യക്തിത്വമുണ്ട്. എന്നാൽ നാം അറിയാതെ തന്നെ ലോകത്തിൻ്റെ പല മായക്കാഴ്ചകളിലും അകപ്പെടാറുണ്ട്. നമ്മുടെ അവസ്ഥ നാം തിരിച്ചറിയണമെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയണം. എന്നാൽ ദൈവം കരുണാസമ്പന്നനാണ്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ താൻ അവിശ്വസ്തനല്ല. നിലവിളിച്ചാലും ഇല്ലെങ്കിലും അവരെ ഫെലിസ്ത്യരുടെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നു. ആ ജനതയോടുള്ള ദൈവത്തിൻ്റെ കരുണയുടെ പാരമ്യം നാം ഇവിടെ കാണുന്നു. അനുതാപമില്ലാത്ത തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം ശക്തനായ ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നു. ആ വ്യക്തിയാണ് ശിംശോൻ. അതിനുവേണ്ടി ദൈവഭയമുള്ള മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നു. ബാലനെ വളർത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. 13-5 അവനെ അനുഗ്രഹിക്കുന്നു. 13-24. എന്നാൽ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ശിംശോൻ വിശ്വസ്തമായി നിറവേറ്റിയോ? ആ നാട്ടിലെ അന്നത്തെ സംസ്കാരവുമായി താൻ ഇടകലർന്നു. ശിംശോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചെറു സൂര്യൻ എന്നാണ്. തൻ്റെ പേരിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ താൻ പ്രതീക്ഷയുടെ ഒരു പ്രകാശ ബിന്ദുവായിരുന്നുവോ, അതോ പ്രകാശത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാർമേഘമായിരുന്നുവോ? തന്നെ ഏൽപ്പിച്ച വിശാല ലക്ഷ്യം താൻ അവഗണിച്ചുവോ? എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ദൈവം തനിക്ക് നൽകിയ എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കും തക്കവണ്ണം ഉയരുവാൻ ശിംശോന് കഴിഞ്ഞിട്ടില്ല. ന്യായാധിപന്മാർ 17-ന്റെ 6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ച പോലെ നടന്നു. ശിംശോൻ്റെ കാലശേഷം ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. മുകളിൽ പറഞ്ഞ ശിംശോനെക്കുറിച്ചുള്ള പ്രസ്താവന
സാധൂകരിക്കുന്നതാണിത്. ശിംശോൻ്റെ ജീവിതവും പ്രവർത്തനവും ക്രമാനുക്രമമായി പഠിച്ചാൽ തന്നെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ആത്മീയ വർധനവിന് ഉതകുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.